ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഊഞ്ഞാലാടലാണ്. എൻ്റെ വാപ്പന വീട്ടിലാണുള്ളത്. ഞാൻ പെരുന്നാളായിട്ടാണ് വന്നത്. അതിൻ്റെ കൂടുതൽ രണ്ടാളുണ്ട്. നല്ല ആൻസിനാണ് ഇതാണ് നമ്മൾ ഫ്രീക്കനാണ്. ഇതാണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ മരങ്ങളും ചെടികളും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടാണ് ഇവിടെ. ഇവിടെ നമുക്ക് റബ്ബർ എസ്റ്റേറ്റും കൂടി ഉണ്ട്. അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. ഇനിയുള്ള വീഡിയോയിൽ നമുക്കതെല്ലാം കാണാം. റബ്ബറിൻ്റെ പാലിപ്പോൾ മഴയായിട്ടിപ്പം പാലെടുക്കാറില്ല. അതാണ് ചിരട്ട കമച്ച് വെച്ചത്. 100-200 റബ്ബർ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള വശമാണ് ഇവിടെ നമുക്ക് കാണാൻ കാണിച്ചത്. സിനാൻ സൈക്ലിംഗ് ആണ്. ഇത് റബ്ബർ ഷീറ്റൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറകിൽ കാണാം. അപ്പം ഇവിടെ കുറേ ഇങ്ങനെ ചെടികളുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ കെട്ടിൻ്റെ അങ്ങോട്ട് വരും. ഇതിൻ്റെ മരമുണ്ട്. അപ്പം ഇവിടെ ചാക്കൂട്ടുണ്ട്, നമുക്ക് കാണാം. കാണിക്കുമ്പോൾ ഇതിന് നല്ല കൊലം. അപ്പം ഇതാണ് നമ്മളെ ചാക്കൂട്ട്. അപ്പം ഇതിന് നമ്മൾ പുളിയെന്നാണ് പറയാറുള്ളത്. മറ്റ് നല്ലോണം പഴുത്തിട്ട് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ കുറേ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ കുറേ വീണ് എടുക്കുന്നുണ്ട്. ഇതാണ് കെട്ടതാണ്. നമ്മൾ പറിച്ചാലേ നല്ലതായിട്ടുള്ളൂ. ഇത് ഇതുപോലെ പഴുത്തിട്ട് കഴിക്കണം. പറിക്കുമ്പോഴാണ് നല്ല വൈറ്റമിൻ അടങ്ങിയ ഫ്രൂട്ടാണ്. ഇതൊക്കെ നമ്മുടെ പറമ്പാണ്. അവിടെ ഉണ്ട് മാങ്ങമരം. അതുപോലെ തന്നെ അപ്പം ഇവിടെ മാവുണ്ട്. അതിൽ വലിയ മാവാണ്. അതിന് മേളിലൊക്കെ മാങ്ങയുണ്ട്. പക്ഷെ നമുക്ക് പറിക്കാൻ കഴിയില്ല, മുകളിലായതുകൊണ്ട് മൊത്തം വവ്വാലടിച്ചിടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ജാക്ക് ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. അപ്പം അവിടെ ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ചക്കമരം ഉള്ളത്. ഇതാണ് പ്ലാവ് ഉള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാവ്. തായാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചക്ക ആകുന്നത്. അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ പറിച്ചിട്ട്. ഇന്നലെ ഇവിടെ മഴ പെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ചിരട്ടലെല്ലാം വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ആട്ടിൻ്റെ കൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് പോയി കാണാം. അപ്പോൾ ആടിനെ ഇപ്പം മേയ്ക്കാൻ കൊണ്ടുപോയായിരുന്നു. അപ്പം ഇനി മേയിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കൂട് കാലിയായിട്ട് നിൽക്കുന്നത്. ഇതിന് ഫസ്റ്റ് ആക്കിയോടെ നമ്മൾ ഇതിൽ കളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ സാധനം വെക്കാത്തതുകൊണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങിയിട്ട്. അവിടെ ചെറിയ അടിഞ്ഞ് ആക്കാനുള്ളൊരു കൂടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കൂടാണ്. റബ്ബർ ഉണ്ട് കേട്ടോ. കുറേ മുകളിലേക്ക് ഭയങ്കര കുന്നാണ്. അപ്പം ഇത് നമ്മളെ ഷെഫിൻ്റെ ബാപ്പാൻ്റെ കയറാണ്.
ഇങ്ങനെയാണ് ഷീറ്റടിക്കല്. ചപ്പിട്ടിട്ടോ ഇങ്ങ വാ. പോകുന്നില്ല റബ്ബർ പാലാണ്. അതാണ് മൂത്തുമാന വീടാണ്. 20 വെയിൽ നമുക്ക് പോവാം. ഇതാണ് നമ്മൾ റോഡ്. എൻ്റെ കയ്യിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് പറഞ്ഞു ചെയ്യും. ഹായ് നടക്കാം. നമുക്ക് വെയിലോട്ട് നടക്കാം. കുറേ പോവാനുണ്ട് മെയിൻ റോഡിലേക്ക്. നമ്മളെ വീടാണ് ഈ റോഡിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. നമ്മളെ വീട് ഒന്നും കൂടി കാണിച്ചു തരാൻ ബാക്ക് വ്യൂ. ഇവിടെ ഹൗസ് പ്ലോട്ട് ആക്കി ഇട്ടിട്ടുണ്ട്. 10 സെന്റ്. ഇവിടെ നമുക്ക് റോഡ് കാണാൻ പറ്റും. ദൂരെ കാണുന്ന ആ വീടിൻ്റെ ആടാണ് കേട്ടോ റോഡ്. നമ്മളെ വഴി ഇതല്ല. ഇവിടെ ഇപ്പം 2 പുതിയ വീടുണ്ട് കേട്ടോ. ഒന്ന് മൂത്തുമാൻ്റെയും പിന്നെ ഒന്ന് അമ്മായിൻ്റെ മോളെ വീട് കേട്ടോ. തറ കെട്ടിയിട്ടുണ്ട്. പുതിയ വീടായിരുന്നു. ഇവിടെ മൊത്തം റബ്ബറാണ്. ഇടയ്ക്കിടെ കശ്മീർ. നമുക്ക് കുറച്ച് 5-6 മാവൊക്കെ ഉണ്ട്. കശുവണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്ന് ദൂരെ ഒരു ഷീറ്റിട്ട ആലയാണ് മൂത്തുമാൻ്റെ ആടിൻ്റെ. ഇതാണ് നമ്മളെ റോഡ്. ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. പിന്നെ പുതിയ വീടിൻ്റെ അതിലെ കൂടി പോയാണ് മെയിൻ റോഡ് എത്തും. ഇവിടെയെല്ലാം കുറേ കുറുക്ക് വഴികളുണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, അങ്ങനെ അവിടെയൊക്കെ ഉണ്ട്. നമ്മളിപ്പം ബ്ലോഗ് നിർത്തുവാണ്. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ കാണാം. ബൈ ബൈ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇവിടെ സിനാന് സൈക്കിളിൽ നിന്ന് ഇറങ്ങാറില്ല. സൈക്കിൾ എടുത്തിട്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത്.